യെസ്, അങ്ങനെ വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് അങ്ങനെ ഒരുപാട് കാത്തിരുന്ന് മോചനമൊക്കെ ആയി. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട നൂലാമാലകളൊക്കെ ഇനിയും തുടരുന്നതിലൊക്കെ വലിയ ആശങ്ക സഭാ നേതൃത്വത്തിനും സാധാരണ ജനങ്ങൾക്കുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ, കേസ് പിൻവലിക്കാനുള്ള സമ്മർദ്ദമൊക്കെ തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെയും പെൺകുട്ടികളെയും ആക്രമിച്ച ബജ്രംഗ് ദൾ നേതാക്കൾക്കെതിരെ പരാതി കൂടെ നൽകിയിരിക്കുകയാണ് ഈ പെൺകുട്ടികൾ. അതായത് കന്യാസ്ത്രീക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ. ബജ്രംഗ് ദൾ നേതാവായ ജ്യോതി ശർമ്മ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ ഓർച്ച പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അതേസമയം കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കുന്നതിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കത്തോലിക്ക സഭയുടെ തീരുമാനം. കേസ് റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റിലും ഉന്നയിക്കാനാണ് സാധ്യത. ധനസുമോദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സുമോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നിപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയം പാർലമെന്റിലും എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതൊക്കെ പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പ്രതിപക്ഷം നിരന്തരം നടത്തി വരികയായിരുന്നു. അത് സംബന്ധിച്ച പ്രക്ഷോഭങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായ രണ്ട് കാര്യങ്ങളുള്ളത്, ഒന്ന്, ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഈ ബജ്രംഗ് ദൾ നേതാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊരു തുടർ നടപടി ഛത്തീസ്ഗഡ് സർക്കാരിന് എത്രത്തോളം ഇതിൽ ആത്മാർത്ഥതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. എത്രത്തോളം നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നോക്കി കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ കന്യാസ്ത്രീകളുടെ കേസ് അതൊരു വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ്. അപ്പോൾ കേസ് പിൻവലിക്കണമെന്നുള്ള ആവശ്യം, അതിലെങ്ങനെയായിരിക്കും പ്രതിപക്ഷമടക്കം സമ്മർദ്ദം ചെലുത്തുക, കത്തോലിക്ക സഭയടക്കം സമ്മർദ്ദം ചെലുത്തുക? സുമോദ്, ജിൽസി, കന്യാസ്ത്രീകളെയും ആ പെൺകുട്ടികളെയും ആക്രമിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ച ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് അവർക്ക് നേതൃത്വം കൊടുത്തത് ജ്യോതി ശർമ്മയായിരുന്നു. ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്നവർക്കെതിരെ 40-ലധികം കേസുകളും 40-ലധികം പരാതികളും ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. പക്ഷേ ഇവരെ ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യാനായി പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. കഴിഞ്ഞ ദിവസം ഈ എംപിമാരടക്കം SP വിളിച്ചു, നാരായൺപൂർ SP വിളിച്ചു പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്നുള്ളൊരു കാര്യം ഇതിനകം തന്നെ കോടതിയിൽ തന്നെ ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. കാര്യം അവർക്കെതിരെ തെളിവില്ല എന്നുള്ളൊരു കാര്യം NIA കോടതി തന്നെയാണ് വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ജാമ്യം നൽകിയത്. അതുകൊണ്ട് ഇവരെ ആക്രമിച്ചവരെ വെറുതെ വിടരുത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പെൺകുട്ടികൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ സഹോദരനെ വളരെ ക്രൂരമായിട്ടാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ മർദ്ദിച്ചിരുന്നത്. അതുകൊണ്ട് ഈ പ്രവർത്തകരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, ഇവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഈ പെൺകുട്ടികളുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മോർച്ച പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ നിരപരാധികളായ കന്യാസ്ത്രീകളെ പിടിച്ചതിൻ്റെ അതിൻ്റെ ഒരു ആവേശത്തിൻ്റെ ഒരു 100-1 പോലും 1000-1 പോലും ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. ഇതിനെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് MP തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം MP മറ്റു MLA ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കുക എന്നുള്ളതായിരുന്നു. അത് ഇപ്പോൾ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കന്യാസ്ത്രീകളുടെ അവരുടെ സത്യസന്ധത, അവർ ഒരു കാരണവശാലും മതപരിവർത്തനം നടത്തിയിട്ടില്ല, ആൾക്കടത്ത് നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കോടതിയിൽ സ്ഥാപിക്കുക. ഇത് കൂടാതെ ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സമരത്തിൻ്റെ ഒരു 2ാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. യെസ്, അതാണ് ധനസുമോദ് നൽകുന്ന വിവരം. ധനസുമോദ്, ഒപ്പം തന്നെ ഈ കത്തോലിക്ക സഭയൊക്കെ ഈ കേസ് പിൻവലിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ശക്തമാക്കുന്നത്. പക്ഷേ അതിന് ഇനി വലിയ സമ്മർദ്ദങ്ങൾ വേണ്ടിവരും. ധനസുമോദ് പറഞ്ഞതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകൾ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമൊക്കെ നടത്തുന്നു എന്നാരോപിച്ച് അവർക്കെതിരെ നടപടിയെടുക്കാനും അവരെ ജയിലിലിടാനും കാണിച്ചതിൻ്റെ എത്രത്തോളം ഭാഗം ഇനിയിപ്പോൾ ഈ പെൺകുട്ടികളുടെ പരാതിയിൽ ഇവർക്കെതിരെ ബജ്രംഗ് ദൾ നേതാവിനെതിരെ നടക്കുമെന്നുള്ളതൊക്കെ നോക്കി കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി ഏതൊക്കെ നീക്കങ്ങളായിരിക്കും പ്രതിപക്ഷത്തിന്റെയും സഭയുടെയും ഭാഗത്തൊക്കെ ഉണ്ടാവുക? ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് അവർ തിരുവസ്ത്രത്തിൽ ജയിലിൽ പോയപ്പോഴാണ് വലിയ തരത്തിലൊരു പ്രതിഷേധം MP ഇടപെടുകയും കേരളത്തിലെ BJP നേതാക്കൾ അടക്കം ഇടപെടുകയൊക്കെ ചെയ്തത്. പക്ഷേ ഈ മാസങ്ങളായി നമ്മൾ ഉത്തരേന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് ഈ വൈദികരെയും ഈ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇതൊരു പുതിയ സംഭവമല്ല. ഇവിടെ പലപ്പോഴും ഒരു പാർട്ടിക്ക് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി പങ്കെടുക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ഒത്തുചേരുക, അതിനിടയിൽ ക്രിസ്ത്യാനികൾ ആയ
വിശ്വാസികളായ ആളുകൾ അവരുടെ പ്രാർത്ഥന നടത്തുക, ഇതിലൊക്കെ ഒരു ഇരച്ചു കയറി എത്തിയ ഒരു സദാചാര പോലീസുകളെ പോലെയാണ് ഇവിടെ ബജ്റംഗ് ദൾ പ്രവർത്തകർ ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പല ഏജൻസികളുടെ സഹായം കിട്ടുകയാണ്. ഉദാഹരണത്തിന് മധ്യപ്രദേശിലാണെങ്കിൽ പള്ളിയിൽ കുർബാനയ്ക്ക് ഭാഗമായിട്ട് തന്നെ വെച്ചിരുന്ന വീഞ്ഞെടുത്തിട്ട് അവിടുന്ന് സ്പിരിറ്റ് കണ്ടെത്തി എന്നുള്ള രീതിയിലാണ് അവിടെ റെയ്ഡ് നടത്തിയതിനു ശേഷം ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറയുന്നത്. അങ്ങനെ പലപ്പോഴും ഈ വലിയ തരത്തിലുള്ളൊരു പീഡനമാണ് ഉത്തരേന്ത്യയിലെ ക്രിസ്തുമത വിശ്വാസികൾ നടത്തിക്കൊണ്ട് അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള എല്ലാ കേസുകളും പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയാണ് CBCI സംഘം ഇവർ തയ്യാറെടുത്തിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയും ഇപ്പോൾ പെൻഡിങ്ങിലാണ്. ഇത്തരത്തിലുള്ള നടപടികൾ, അതായത് ക്രിസ്ത്യാനികൾ രാജ്യവ്യാപകമായി ആക്രമിക്കുന്നത് തടയാൻ വേണ്ടി ഒരു കർശനമായ ഒരു നിയമം ഉണ്ടാകണം. നിലവിലെ ഈ മതപരിവർത്തന നിയമത്തിൻ്റെ അതിൻ്റെ ഒരു ഛായയിലാണ് വലിയ തരത്തിൽ ഒരു ക്രിസ്ത്യാനികൾ ഇവിടെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നത്. അത്തരത്തിലുള്ള കേസുകൾ എഴുതിത്തള്ളണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതിയിൽ ഇവർ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഈ കേസ് കള്ളക്കേസാണെന്ന് പറഞ്ഞ് അത് എഴുതിത്തള്ളിച്ച് ഇതിൻ്റെ ഒരു തുടക്കമാകുക. നിയമപരമായി അങ്ങനെ പോരാടുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വലിയ സമ്മർദ്ദം കൂടി കൊടുക്കാൻ തന്നെയാണ് CBCI തീരുമാനിച്ചിരിക്കുന്നത്.